ഹലോ! നമ്മളെ ഒരു ബ്ലൈൻഡ് ബാഗിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഷോർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് വന്നു, കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തു ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ചെയ്യുമോ, ഇതിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനാണെങ്കിൽ ഇതിൻ്റെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. ലോങ് വീഡിയോ ആയിട്ട് ഇടാനങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ വീണ്ടും ഞാൻ വേറൊരു തീമിൽ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇതൊരു മൈ മെലഡിയാണ് കേട്ടോ. നമ്മുടെ സാൻഡ്രിയോ ക്യാരക്ടറായിട്ടുള്ള മൈ മെലഡിയുടെ തീമിലാണ് ഞാൻ ബ്ലൈൻഡ് ബാഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാം A4ലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു A4 എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ബോക്സ്. ഈ ബോക്സിനകത്താണ് നമ്മൾ കുറേയൊന്നുമില്ല, കുറച്ച് സർപ്രൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മൈ മെലഡിയുടെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കളർ ചെയ്തിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റിക്കർ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇതിന് മുന്നേ ചെയ്തതിൽ ഒരു പെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, പേപ്പർ പെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്ത് വേണമെങ്കിലും വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇപ്പം ഒരു സ്റ്റിക്കർ ആക്കാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റിക്കറാണ് ചെയ്തിട്ടുള്ളത് ഒരു ബോക്സിൽ. ഈ സ്റ്റിക്കർ ഇട്ട് വെക്കാനായിട്ട് ഒരു ബോക്സും കൂടെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ വലിയ ബോക്സ് ചെയ്തില്ലേ, ആ ഒരു സെയിം ഇതിൽ തന്നെ കുറച്ച് ചെറിയ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഒരു കുട്ടി ബോക്സും കൂടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ക്വസ്റ്റ്യൻ ചിഹ്നം കൊടുക്കുന്നുണ്ട്. എന്താ സർപ്രൈസ് എന്ന് അറിയില്ലല്ലോ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചിഹ്നം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താഴ്ഭാഗം ഒട്ടിച്ചു കൊടുത്തിട്ട് ഈ ഒരു സർപ്രൈസ് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ച് പൊങ്ങിയിട്ട് നിൽക്കും. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഗ്ലൂവോ സെല്ലോ ടേപ്പോ എന്ത് വെച്ചിട്ടും വേണമെങ്കിലും ഒട്ടിക്കാം. ഇതിലെ മെയിൻ ഗിഫ്റ്റായിട്ട് ചെയ്യുന്നത് മൈ മെലഡിയുടെ തന്നെ ഒരു സ്കുഷിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പിക്ചർ വരച്ചെടുത്തിട്ടുണ്ട്. സ്കുഷി ചെയ്യുന്ന വീഡിയോ നമ്മളിതിൻ്റെ മുന്നേയും ഇട്ടിട്ടുണ്ട് ഷോർട്സ് ആയിട്ട്. ആ സെയിം മെത്തേഡിൽ തന്നെയാണ് ഈ സ്കുഷിയും ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ബ്ലൈൻഡ് ബാഗ് കൊണ്ട് എന്താണ് ഇത്ര ഉപകാരം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഉപകാരമുള്ള ഒരു ഐറ്റം ഒന്നുമല്ല. നമുക്കിതിലുള്ള ഗിഫ്റ്റ് എന്താണെന്ന് അറിയില്ല. നമ്മുടെ ഇവിടെയുള്ള ഒരു കൊറിയൻ, ജപ്പാൻ പോലുള്ള കൺട്രികളിലൊക്കെ ഇങ്ങനത്തെ ബ്ലൈൻഡ് ബാഗ് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പം നമ്മൾ കിൻഡർ ജോയ് ഒക്കെ വാങ്ങിക്കില്ല, അതുപോലെ അതിൻ്റെ ഉള്ളിലെ സർപ്രൈസ് എന്താണെന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ ഒരു ഐറ്റമാണ് ഈ ബ്ലൈൻഡ് ബാഗ്. പക്ഷേ നമ്മളിവിടെ പേപ്പർ കൊണ്ട് ചെയ്തെടുത്തു എന്ന് മാത്രം. പിന്നെ ഇതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഉപകാരമൊന്നുമില്ല. പിന്നെ ജസ്റ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ അത്രേ ഉള്ളൂ. ഈ സ്കുഷിയൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് അങ്ങനെ കാര്യമായിട്ട് ഉള്ള ഒരു ഐറ്റം ഒന്നുമല്ല. അങ്ങനെ നമ്മുടെ സ്കുഷി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു വലിയ ബോക്സിലാക്കിയിട്ട് വെക്കണം. എല്ലാം പേപ്പറിലാണ് കേട്ടോ ചെയ്യുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒരു കുട്ടി ബോക്സും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ഒന്ന് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ഇതെല്ലാം നമ്മുടെ മെയിൻ ബോക്സ് ആയിട്ടുള്ള ആ ഒരു പേപ്പർ ബാഗിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഈ ഒരകിലായിട്ട് കോമൺ, റയർ, എപ്പിക്, ലെജൻഡറി എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. നമുക്കിതിൽ ഏത് ടൈപ്പ് ഗിഫ്റ്റാണ് കിട്ടുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ എപ്പിക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു ബാഗ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ വലിയ ഗിഫ്റ്റും ചെറിയ ഗിഫ്റ്റും ഒക്കെ ഇതിൽ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ആ വലുത് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പിറകിലായിട്ട് ചെറുതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പേപ്പറും കൂടെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെയാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള അങ്ങനെ ഒരു സിസറിൻ്റെ ചിത്രമൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൈൻഡ് ബാഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.